ഇന്ന് ഞാൻ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 144, 145, 146, 147 എന്നീ 4 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക കിബിലത്തൻ തർലഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാമി വഹൈസു മാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹു വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിൻ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിനാൽ നീ തൃപ്തിപ്പെടുന്ന ഒരു കിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാകുന്നു. ഇനി നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിക്കൂ. നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ ഭാഗത്തേക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത്. വേദം നൽകപ്പെട്ടവർക്ക് തീർച്ചയായും അറിയാം ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണെന്ന്. അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ കിബിലതക വമാ അന്ത ബിതാബിഇ കിബിലതഹും വമാ ബഅലുഹും ബിതാബിഇ കിബിലത ബഅലിൻ വലഇൻ അത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ എല്ലാവിധ ദൃഷ്ടാന്തങ്ങളും കൊണ്ടു ചെന്നാലും അവർ നിന്റെ കിബിലയെ പിന്തുടരുകയില്ല. അവരുടെ കിബിലയെ നീയും പിന്തുടരുകയില്ല. അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ കിബിലയെ പിന്തുടരുകയുമില്ല. നിനക്ക് ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം നീയെങ്ങാനും അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുകയാണെങ്കിൽ നീയും അക്രമികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഹ്രിഫൂനഹു കമാ യഹ്രിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. നാം വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നതുപോലെ അദ്ദേഹത്തെ, അതായത് റസൂലിനെ അറിയാം. തീർച്ചയായും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാകുന്നു. അൽ ഹഖ്ഖു മിൻ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നബിയെ, സത്യം നിന്റെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ളതാകുന്നു. അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിലാകരുത്. സത്യവിശ്വാസികൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നിർണായകമെന്നും അതിന് വിരുദ്ധമായ ചിന്ത തൻ്റെ മനസ്സിൽ രൂപം കൊള്ളാൻ പാടില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. എന്നാൽ പൂർവ്വ പിതാക്കളായ ഇബ്രാഹിം നബി അലൈഹിസ്ലാമും ഇസ്മായിൽ അലൈഹിസ്ലാമും ചേർന്ന് പടുത്തുയർത്തിയ അതിപുരാതന ആരാധനാലയമായ കഅബയെ അള്ളാഹു കിബിലയാക്കി നിശ്ചയിച്ചെങ്കിൽ നന്നായേനെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 3-ാമത്തെ അധ്യായത്തിലെ 96-97 വചനം ഇങ്ങനെയാണ്. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാലയം ബക്കയിൽ, അതായത് മക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശനമായും നിലകൊള്ളുന്നു. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വിശിഷ്യ ഇബ്രാഹിം നിന്ന സ്ഥലം ഉണ്ട്. ആരവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കും. ആ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു. എല്ലാവരും അവിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹു ലോകരുടെ ആശ്രയം വേണ്ടാത്തവനെ ആകുന്നു. ലോകമെങ്ങുമുള്ള ഏകദൈവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായി അള്ളാഹു നിശ്ചയിച്ച മസ്ജിദുൽ ഹറാം തന്നെ കിബിലയായി നിർണയിച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യാശിച്ചിരുന്നു. ഉപരിലോകത്ത് നിന്ന് ഈ ആജ്ഞ കൊണ്ട് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ആകാശത്തേക്ക് മുഖം തിരിക്കുന്നത്.
തിരിച്ചിരിക്കുന്നത്. മസ്ജിദുൽ അക്സയോട് അദ്ദേഹത്തിന് അനിഷ്ടമുണ്ടായതുകൊണ്ടല്ല കിബില മാറ്റം ആഗ്രഹിച്ചത്. തൗഹീദ്, അതായത് കണിശമായ ഏകദൈവ വിശ്വാസം, തികച്ചും നിർഭയനായി അചഞ്ചലനായി പ്രബോധനം ചെയ്ത ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ കിബില അദ്ദേഹം സ്ഥാപിച്ച അതിപുരാതന ആരാധനാലയം തന്നെയാണ് എന്ന ധാരണ അദ്ദേഹത്തിൻ്റെ നിലപാടിന് നിദാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച അന്തിമ പ്രവാചകനാണ്. ലോകർക്കാകെ കാരുണ്യമായിട്ടാണ് അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടത്തിയ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറകളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി നിയോഗിക്കപ്പെട്ടത്. അതിനാൽ കഅബയെ കിബിലയാക്കുന്ന വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ തൃപ്തിയും യോജിച്ചു വന്നു. തൻ്റെ ഹിതത്തിന് വിധേയമായി അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭീഷ്ടങ്ങളെ മാനിക്കുമെന്ന് ഫലനുബലിവന്നക കിബിലത്തക തർലഹ എന്ന വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ അബൂ താലിബിനെ അള്ളാഹു നേർവഴിയിലാക്കിയില്ല. അയാൾ യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിൽ തൽപരനല്ലാത്തതുകൊണ്ട് അയാളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി അയാളെ സത്യത്തിലേക്ക് തിരിച്ചു വിടുക എന്നത് അള്ളാഹുവിൻ്റെ ഹിതമായിരുന്നില്ല. 28-ാമത്തെ അധ്യായത്തിലെ 56-ാമത്തെ വചനം ഇങ്ങനെയാണ്: തീർച്ചയായും നീ ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാനാവില്ല, പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു ഏറ്റവും അറിവുള്ളവനാകുന്നു. മക്കയിലെ പ്രധാനികൾ സന്മാർഗം സ്വീകരിച്ചാൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വലിയ നേട്ടമാകുമെന്ന പ്രത്യാശയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്ധനായ അനുചരൻ അബ്ദുല്ലാ ഇബ്നു ഉമ്മി മക്തൂം അതിനിടയിൽ അങ്ങോട്ട് കടന്നു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഒരു പാവപ്പെട്ട അന്ധന് കാര്യമായ പരിഗണന നൽകിയാൽ ആ പ്രധാനികൾക്ക് ഇഷ്ടക്കേടാവുകയും തന്നിമിത്തം അവർക്ക് ഇസ്ലാമിനോടുള്ള വിമുഖത തോന്നുകയും ചെയ്തേക്കുമോ എന്ന ആശങ്കയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അന്ധ സഹാബിയുടെ ആഗമനത്തിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭീഷ്ടം അള്ളാഹു മാനിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയായില്ലെന്ന് ഖുർആൻ സൂക്തങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. 80-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ, അതായത് നബിയുടെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ അദ്ദേഹം മുഖം ചുളിച്ചു. നബിയെ, നിനക്കെന്തറിയാം? അയാൾ അന്ധൻ, പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, നീ അവൻ്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരുന്നാൽ നിനക്കെന്താണ് കുറ്റം? എന്നെ, അതായത് അള്ളാഹുവെ, ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവൻ്റെ കാര്യത്തിലാകട്ടെ നീ അശ്രദ്ധ കാണിക്കുന്നു. നിസ്സംശയം ഇത് ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു. തീർച്ച, അതിനാൽ ആര് ഉദ്ദേശിക്കുന്നുവോ അവൻ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ. മക്കയിലെ പ്രധാനികൾ സത്യവിശ്വാസം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചുവെങ്കിലും അള്ളാഹുവിൻ്റെ ഹിതം അങ്ങനെയായിരുന്നില്ല. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ സമാഹാരമല്ല എന്നതിനാൽ ഏതെങ്കിലും വിഷയം ഖുർആനിൽ ഉൾപ്പെടുത്താനോ ഒഴിവാക്കാനോ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്നതിന് 80-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 12 സൂക്തങ്ങൾ വ്യക്തമായ തെളിവാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യാജവാദിയായിരുന്നുവെങ്കിൽ സ്വന്തം നിലപാട് തെറ്റായിപ്പോയെന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങൾ ഖുർആനിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെട്ടതുപോലെ അറബിയിലെ ബഹുദൈവവാദികൾക്കും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു മുസ്ലിങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവർക്ക് കഅബയോടുള്ള താല്പര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെയും ഇസ്മായിൽ നബി
അലൈഹിസ്ലാമയുടെയും മറ്റും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ദേവാലയം എന്ന നിലയിലായിരുന്നു. തൗഹീദിൽ അധിഷ്ഠിതമായ അതിപുരാതന ആരാധനാലയം എന്ന നിലയിലായിരുന്നില്ല. അതിനാൽ അവരുടെ നിലപാട് തീർത്തും അനിസ്ലാമികമായിരുന്നു. കഅബയുടെയും മസ്ജിദുൽ ഹറാമിനെയും വിഗ്രഹങ്ങളാക്കുന്ന കളങ്കത്തിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിലാണ് കിബില മാറ്റം ഉണ്ടായതെന്ന കാര്യം ശ്രദ്ധേയമാകുന്നു. എന്നാൽ കഅബയുടെ ചുറ്റുമുള്ള മസ്ജിദിൽ അതിൻ്റെ പവിത്രതയ്ക്ക് ആദരണീയതയ്ക്ക് വിരുദ്ധമായ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം നിഷിദ്ധമാണ് എന്ന നിലയിലാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രവും വികസിക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. സമീപകാലം വരെയും പള്ളികൾ നിർമ്മിച്ചിരിക്കുന്നത് നമസ്കരിക്കുന്നവർ കണിശമായി കിബിലയ്ക്ക് അഭിമുഖമായാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്താത്ത വിധത്തിലായിരുന്നു. കേരളത്തിൽ പല പള്ളികളുടെയും മിഹ്റാബ്, അതായത് ഇമാം നിൽക്കുന്ന സ്ഥലം, നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. ആഫ്രിക്കയുടെ നേർക്ക് 1-2 വർഷം മുമ്പ് വരെ ഇന്തോനേഷ്യയിലെ പള്ളികളുടെ അവസ്ഥയും ഇപ്രകാരമായിരുന്നു അത്രേ. കാര്യങ്ങൾ കണിശമായിരിക്കണമെന്ന് നിഷ്കർഷിച്ച പണ്ഡിതന്മാർ പള്ളികൾ നിർമ്മിക്കുന്നത് മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് തന്നെയാകണമെന്ന് ഉത്ബോധിപ്പിച്ചപ്പോൾ പാരമ്പര്യവാദികൾ അതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. തനിച്ച് നമസ്കരിക്കുന്നവരും ജമാഅത്തായി നമസ്കരിക്കുന്നവരുമെല്ലാം സാധിക്കുമെങ്കിൽ മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിഞ്ഞു തന്നെ നമസ്കരിക്കണമെന്ന കാര്യം ഇപ്പോൾ മിക്കവാറും അവിതർക്കിതമായിട്ടുണ്ട്. അത് സാധിക്കാത്ത പക്ഷം കഅബയുടെ ദിശയിലേക്കാണെന്ന് ഏറെക്കുറെ ബോധ്യമുള്ള വിധത്തിൽ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാവുന്നതാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്ലാമയുടെ ആദർശം പിന്തുടരുന്നവർക്ക് കിബിലയായിരിക്കാൻ കഅബയ്ക്കുള്ള അർഹത നന്നായി അറിയാവുന്നവരാണ് യഹൂദരും ക്രൈസ്തവരും. എന്നിട്ടും പരിചിതമായ സത്യം മറച്ചുവെച്ചും കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് യാതൊരു കാര്യവും വിട്ടുപോവുകയില്ല എന്ന വിശ്വാസമുള്ളവരിൽ നിന്ന് ഉണ്ടാകാവുന്നതല്ല ഈ നിഷേധാത്മക നിലപാട്. 5-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ വചനം ഇങ്ങനെയാണ്: നബിയെ, നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തുരക്ഷിക്കുന്നതുമത്രേ അത്. അതിനാൽ നീ അവർക്കിടയിൽ അള്ളാഹു അവതരിപ്പിച്ചത് അനുസരിച്ച് വിധി കൽപ്പിക്കുക. നിനക്ക് വന്നുകിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നു പോകരുത്. കിബിലയുടെ കാര്യത്തിൽ യഥാർത്ഥ വിശ്വാസികൾ പുലർത്തേണ്ട സമീപനം അള്ളാഹു കൽപ്പിച്ച ദിശയിലേക്ക് തിരിയുക എന്നതാണ്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാത്ത യഹൂദരോ ക്രൈസ്തവരോ ഖുർആനിലെ ദൈവിക കൽപ്പനയെ മാനിക്കാനിടയില്ല. പിന്നെ അവർക്ക് ചെയ്യാവുന്നത് അള്ളാഹു മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ച കിബില തങ്ങൾ അംഗീകരിക്കുന്ന പ്രവാചക പാരമ്പര്യവുമായി യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു. ആദ്യത്തെ കിബിലയായ മസ്ജിദുൽ അഖ്സ ഇസ്രായേലി സമൂഹത്തിലെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനാവേദിയായിരുന്നു. രണ്ടാമത്തെ കിബിലയായ കഅബയാകട്ടെ അവയുടെ പൂർവ്വപിതാവ് സ്ഥാപിച്ച പുരാതന ആരാധനാലയവും. ഈ 2 കിബിലകളുടെയും മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും വേദക്കാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് കിബിലയുടെ വിഷയത്തിൽ അവർ മുസ്ലിങ്ങളെ എതിർത്തു കൊണ്ടിരിക്കുകയായിരുന്നു. തെളിവുകൾ അവഗണിച്ച് കിബിലയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതായിരുന്നില്ല അവരുടെ നിലപാട്. കിബില മാറ്റത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ വിമർശിച്ചവർക്ക് പ്രാർത്ഥനാ ദിശയുടെ കാര്യത്തിൽ പ്രാമാണികമായും ഏകോപിതമായ നിലപാടാണോ ഉണ്ടായിരുന്നത്? യഹൂദരും ക്രൈസ്തവരും യെരുശലേമിലെ പവിത്ര നഗരിയായി ഗണിക്കുന്നുവെങ്കിലും അവയെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞല്ല പ്രാർത്ഥിക്കുന്നത്. യഹൂദർ അടിമകളായിരുന്നപ്പോൾ യെരുശലേമിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെങ്കിലും അതവർ സ്ഥിരം കിബിലയാക്കിയിട്ടില്ല.
അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത് വിശ്വാസികൾ പടിഞ്ഞാറോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന നിലയിലാണ്. ക്രൈസ്തവ ചർച്ചുകളുടെ ആൾത്താരകൾ വിശ്വാസികൾ കിഴക്കോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കേണ്ട നിലയിലാണുള്ളത്. എന്നാൽ ചില ചർച്ചുകളിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കാറുള്ളത് വിശ്വാസികൾ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കാവുന്ന വിധത്തിലാണത്രേ. കിഴക്കും പടിഞ്ഞാറും കേവലം ദിക്കുകൾ മാത്രമാണ്. ആ ദിക്കുകളിൽ മോശയോ യേശുവോ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ ഉള്ളതുകൊണ്ടല്ല ഈ സമുദായങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആ ദിക്കുകൾ പ്രാർത്ഥന ദിശയാക്കണമെന്ന് ബൈബിൾ പുസ്തകങ്ങളിലൊന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. മുസ്ലിങ്ങളുടെ കിബില ഹുദ, അള്ളാഹുവിൻ്റെ മാർഗദർശനം അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളുടെ കിബില ഹവ, തന്നിഷ്ടം യുടെ അടിസ്ഥാനത്തിലാണുള്ളത്. മതം മനുഷ്യരുടെ ഇച്ഛയിൽ അനിഷ്ഠിതമാകാൻ പാടില്ലെന്ന് അനേക ഖുർആൻ സൂക്തങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ ഇച്ഛകൾ പരസ്പര വിരുദ്ധമായിരിക്കും. പലരും ഇച്ഛിക്കുന്നത് ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന ദൃഷ്ടി കാര്യങ്ങളായിരിക്കും. അള്ളാഹു പഠിപ്പിക്കുന്ന സന്മാർഗം വ്യക്തമായ ശേഷം അതിന് വിരുദ്ധമായി തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നത് ഗുരുതരമായ അക്രമമാകുന്നു. 45-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വചനം ഇങ്ങനെയാണ്: എന്നാൽ തൻ്റെ ദൈവത്തെ തൻ്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവൻ്റെ കാതിനും ഹൃദയത്തിനും മുദ്ര വയ്ക്കുകയും അവൻ്റെ കണ്ണിന്മേൽ ഒരു മുടി ഇടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? 5-ാമത്തെ അധ്യായത്തിലെ 77-ാമത്തെ വചനം ഇങ്ങനെയാണ്: പറയുക വേദക്കാരെ, സത്യത്തിനെതിരായിക്കൊണ്ട് നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിരു കവിയരുത്. മുമ്പേ പിഴച്ചു പോവുകയും ധാരാളം പേരെ പിഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്ത ഒരു ജനവിഭാഗത്തിൻ്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. 2-ാമത്തെ അധ്യായത്തിലെ 146 സൂക്തത്തിൽ ഞാൻ വേദം നൽകിയിട്ടുള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും വിശ്വസിച്ച പൂർവ്വ വേദക്കാരാണ്. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള വിവരണവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും പ്രബോധന രീതിയും താരതമ്യ പഠനത്തിന് വിധേയമാക്കിയ നിഷ്പക്ഷമതികളായ ചുരുക്കം പേർ യഹൂദർക്കിടയിലുണ്ടായിരുന്നു. ബൈബിൾ പുതിയ നിയമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പഠന വിധേയമാക്കിയിട്ട് വിശ്വസിച്ച സത്യാന്വേഷികളായ ക്രൈസ്തവരും അപൂർവമായി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം സുപരിചിതവും അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം സംശയരഹിതവുമായിരുന്നു. യഹൂദ സമുദായത്തിൽ നിന്ന് ഇസ്ലാം ആശ്ലേഷിച്ച പ്രമുഖ സഹാബി അബ്ദുല്ല ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എൻ്റെ ജ്ഞാനം എൻ്റെ മകൻ്റെ കാര്യത്തിലുള്ളതിനേക്കാൾ ദൃഢമാകുന്നു. അത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു: ഇബ്നു സലാമേ, അതെങ്ങനെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നത് സത്യമാണെന്ന് ഞാൻ ദൃഢസാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ എൻ്റെ മകൻ്റെ കാര്യത്തിൽ അങ്ങനെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഭാര്യ അവിഹിതമായി യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല എന്നായിരുന്നു അബ്ദുല്ല ഇബ്നു സലാമിൻ്റെ മറുപടി. ഉമർ പ്രതിവചിച്ചു: ഇബ്നു സലാമേ, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. നൈസാബുരി അസ്ബാബുൻ നുസൂലിൽ ഉദ്ധരിച്ചതാണ് ഈ വാക്കുകൾ. 6-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം ഇങ്ങനെയാണ്: നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അത് ഖുർആൻ പ്രവാചക വ്യക്തിത്വം അറിയുന്നുണ്ട്. സ്വദേഹങ്ങളെ നഷ്ടത്തിലാക്കിയവരാരോ അവർ വിശ്വസിക്കുകയില്ല. സത്യത്തെയും അസത്യത്തെയും സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ധാരണകൾ സ്ഥലകാല സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമാകാം. മതത്തെയും ധർമ്മത്തെയും സംബന്ധിച്ച വിവിധ സമൂഹങ്ങളുടെ വിശ്വാസവും ഇതുപോലെ തന്നെ. ലോകരക്ഷിതാവ് തിരഞ്ഞെടുത്ത
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ബോധനത്തെ സംബന്ധിച്ച് പലരും സംശയം പ്രകടിപ്പിച്ചെന്ന് വരാം. ചിലർ പുച്ഛിച്ച് തള്ളിയെന്നും വരാം. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും രക്ഷിതാവിൻ്റെ സന്ദേശത്തിൽ യാതൊരു സന്ദേഹവും ഉണ്ടാവുന്നതല്ല. ഇതത്ര 2-ാമത്തെ അധ്യായത്തിലെ 147 സൂക്തത്തിൻ്റെ താല്പര്യം. 6-ാമത്തെ അധ്യായത്തിലെ 114-ാമത്തെ വചനം ഇങ്ങനെയാണ്: അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അല്ലാഹുവല്ലാത്തവരെയാണോ? അവനാകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നവനാകുന്നു. അത് സത്യവുമായി നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് മുമ്പ് നാം വേദം നൽകിയിട്ടുള്ളവർക്കറിയാം. അതിനാൽ നീ സംശയാലുക്കളോടൊപ്പം ആവരുത്.